ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, പെട്ടെന്നൊന്ന് വീട് വരെ ഒന്ന് പോയി. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ രാവിലെ അല്ല, ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ പോകാനുള്ളൊരു തിരക്കുകൊണ്ടും ഒക്കെ ഒത്തിരി ഷൂട്ടിങ്ങിന് നിന്നില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകി വെച്ചു. അപ്പോൾ ഇന്ന് മമ്മിയുടെ പപ്പയുടെ അടുത്ത് പോകണം. അതിന് മുമ്പായിട്ട് ഇച്ചിരി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കറി വെക്കണം. വേറെ ഒന്നുമല്ല, അയലയാണ്. അയല നമുക്ക് തേങ്ങ അരച്ചൊന്ന് കറി വെക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചുമ്മാ എന്താ പറയണേ, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ അല്ലാതെ വെക്കുന്നവരും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അയല ശരിക്കും പറഞ്ഞാൽ തേങ്ങ അരച്ച് വെക്കണതാണ് ഇവിടെ ഇഷ്ടം. ഇപ്പോൾ കൂടുതലും ഇവിടെ തേങ്ങ അരച്ച കൂടുതൽ ഇപ്പോൾ മീൻകറി വെക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാശ്മീരി മുളക് പൊടി അങ്ങനെ വാങ്ങാറില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചേറെ പാത്രങ്ങളുണ്ടായിരുന്നു ചായ കുടിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ മക്കളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ വേഗത്തൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് വേണം മീൻ വെട്ടിയിട്ട് കറി വെക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത വിവരം അറിയണത്. പപ്പ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വണ്ടി വന്ന് പതിയൊന്ന് ഉരസിയായിരുന്നു വണ്ടിയിൽ. മമ്മിയും പപ്പയും കൂടെ പോകുന്ന വഴിക്ക്. അപ്പോൾ കൈ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല കൈ മുറിഞ്ഞ കാര്യമൊന്നും. വണ്ടി ഇങ്ങനെ ഉണ്ടായ കാര്യം പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോകുന്ന ഓർത്തിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത്. പപ്പയുടെ കൈ ഇങ്ങനെ കെട്ടി വെച്ചേക്കണം കണ്ടപ്പോഴാണ് മനസ്സിലായത് കൈ ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ അന്നേരം പറയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ച് പറയാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ച് പോയല്ലേ, എന്നാന്ന് ഓർത്ത്, അതുകൊണ്ടാണ് വിളിച്ച് പറയാത്തതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുറിവുണ്ട് കേട്ടോ. അപ്പോൾ പപ്പ അങ്ങനെ കെട്ടി വെച്ചേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ടെന്ന് പറഞ്ഞ്. ഒരു ഹോസ്പിറ്റലിൽ പോയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ കറിക്കായിട്ടുള്ള ഉള്ളിയും അതുപോലെ ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 8-10 ഉള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും വലിയൊരു മുളകായിരുന്നു. ഞാനത് ഒരു മുളക് എടുത്തുള്ളൂ കേട്ടോ. 2 മുളകിന് ഒരു മുളക് എടുത്തുള്ളൂ, അല്ലെ 2 മുളക് എടുക്കാനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കടുകും ഇട്ടിട്ട്, ഉലുവ പൊട്ടി വന്നു കഴിയുമ്പോൾ കടുക് ഇടും കേട്ടോ. കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെന്താ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത്, മല്ലിപ്പൊടി ചേർക്കുക. ഇവിടെ ചിലയിടത്തേക്ക് മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇവിടേക്ക് മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കും കേട്ടോ. അതിവിടെ വന്നപ്പോൾ ഞാൻ കണ്ടേക്കണം. എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്കൊന്നും മല്ലിപ്പൊടി ചേർക്കില്ല, മുളക് പൊടി ചേർക്കുള്ളൂ. ഓരോ സ്ഥലത്തേക്ക് ഓരോ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മുളക് കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത്യാവശ്യം മീൻകറി എന്ന് പറഞ്ഞാൽ എരിവും പുളിയാണല്ലോ അതിനകത്തൊരു കണക്കെന്ന് പറയണത്. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചപ്പോണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ലായിരുന്നു. ഇതും കാണിക്കാനൊന്നുമില്ല. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം എൻ്റെ മീൻകറി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പുതിയതായിട്ട് വരുന്നവർക്ക് ജസ്റ്റ് ഒരു അറിവത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചപ്പോണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ എത്രയാണോ ചാറ് വേണ്ടത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു. അവിടെ ഈ ചാറ് വറ്റി പകുതി ആവണം കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. പുളി ഒക്കെ പുളിക്കനുസരിച്ചൊക്കെ ചേർക്കാമെന്നുള്ളൂ. എന്നിട്ടത് മൂടി വെച്ചിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ വെള്ളം വറ്റി വരണം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അത് വറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ അരച്ചത് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 2-3 മിനിറ്റ് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തേങ്ങയുടെ പച്ചപ്പുണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. മീൻ കറി റെഡിയായി. അപ്പോൾ അയല ആയതുകൊണ്ട് അയല മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മീൻ നല്ലതായിരുന്നു കേട്ടോ. ചിലപ്പോൾ കിട്ടുന്ന മീൻ നല്ല ടേസ്റ്റാണ്, ചിലപ്പോൾ കിട്ടുന്ന ചവറ് പോലെ ഇരിക്കും. നമ്മൾ എന്തെല്ലാം കാണിച്ചുണ്ടാക്കിയാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം 2 തവണ കിട്ടിയ മീൻ നല്ല മീനായിരുന്നേ. അപ്പോൾ നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചാടാ പടാന്ന് പറഞ്ഞ് റെഡി ആയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്നു കേട്ടോ. വീട്ടിൽ ചെന്നു നമ്മുടെ മുട്ടനാടുകളൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മണിക്കുട്ടി. പിന്നെ ഇതെവിടേക്കാണ് പോകണമെന്നറിയാവോ?
പപ്പ പാവയ്ക്ക നട്ടിട്ടുണ്ട്, കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പയറൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നേ. അപ്പോൾ പയർ മഴക്കാലത്തെങ്ങാണ്ടാ ആ മഴയുള്ള സമയത്ത് വെച്ചാണ് പയർ അത്ര നന്നായിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പാവയ്ക്ക കുഴപ്പമില്ല, പാവയ്ക്ക പറിച്ച് തരാം എന്നും പറഞ്ഞ് പാവയ്ക്ക പറിക്കാൻ കൊണ്ടുപോകണതാണ് ഞങ്ങളെ. അപ്പോൾ അതാ ഇതാണ് പപ്പയുടെ കൃഷിത്തോട്ടം. അപ്പുറത്ത് കുറേ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്, മമ്മിയും പപ്പയൊക്കെ കൂടി. അപ്പോൾ ഇതാ നമ്മുടെ പാവയ്ക്ക ഇതാ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ പപ്പ ഓരോന്ന് കട്ട് ചെയ്ത് എനിക്കിങ്ങനെ തരുന്നതാണ്. ഞാൻ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കൊക്കെ ഈ മഴക്കാലത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കാരണം നമ്മൾ വല്ല തോരൻ വയ്ക്കുകയോ കറി വയ്ക്കുകയോ വല്ല ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഒന്നും കൊണ്ടുവന്നില്ല, കുറച്ചേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാം. നമ്മൾ ചിലപ്പോൾ കഷ്ടകാലത്ത് കൊണ്ടുവന്ന പിറ്റേന്ന് മുകളിൽ നല്ല മഴയായിരിക്കും. അതുകൊണ്ട് പിന്നെ കൊണ്ടാട്ടം ഉണങ്ങാനൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് കയറി വരുന്ന ഭാഗമാണ്. തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ വീട് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട് ഞാൻ നേരത്തെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മമ്മിയുടെ ചെടിയിലൊക്കെ നിറയെ റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മമ്മി ഇങ്ങനെ ചെടി കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേ മമ്മി വന്നു. മമ്മി നൈറ്റിയുടെ മുകളിൽ വേറൊരു കൊള്ളിയിലത്തെ നൈറ്റിയൊക്കെ എടുത്തിട്ടിട്ട് ആടിനെ അഴിച്ചു കെട്ടാൻ പോയതാണേ. അപ്പോൾ ഇതാ നമ്മുടെ ജിക്കി പെണ്ണ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ജിക്കി. അവളെ വന്നു കഴിയുമ്പോൾ നമ്മളൊന്നും മിണ്ടില്ലേ ഭയങ്കര സങ്കടം കേട്ടോ, കരച്ചിലങ്ങ് തുടങ്ങും. പിന്നെ നമ്മളൊന്ന് മിണ്ടുന്നോടം വരെ കരയുവേ. അപ്പോൾ ഇതാ മമ്മി ആടിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ആട് വലുതായാലും മമ്മിക്ക് ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ ഇവന്മാർ ഇടിക്കും, മുട്ടന്മാർ ഇടിക്കും. അപ്പോൾ അഴിച്ചുകൊണ്ട് നടക്കാൻ കെട്ടാനും എടുക്കാനൊക്കെ ഭയങ്കര പാടാന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഹാളിൽ വന്നിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ ഇതാ അവിടെ ഇരിപ്പുണ്ട്, TV കാണുന്നുണ്ട്. അച്ചുക്കുട്ടൻ എവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചുമ്മാ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന ഭാഗമാണ് കേട്ടോ ഇദ്ദേഹം ഇരിക്കുന്നത്, ധ്യാനൂട്ടൻ അച്ചുക്കുട്ടൻ. അങ്ങനെ പ്രകൃതി നല്ല എന്നാ പറയണേ, പിന്നെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായ ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓടിപ്പോന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.